നമസ്കാരം. നമ്മളുടെ ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പീഡനം എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, യാതൊരു കാരണവുമില്ലാതെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുക അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരിക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നതൊന്ന് വിശ്വസിക്കാനോ കേൾക്കാനോ പോലും ആരുമില്ലാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതും യാതൊരു തെറ്റും ചെയ്യാതെ. അതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? ഇതുപോലെ നിങ്ങളെ ആരെങ്കിലും വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? തെറ്റിദ്ധാരണകൾ രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഒന്ന്, സ്വാഭാവികമായി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. രണ്ട്, ഒരാൾ മറ്റൊരാളെ ബോധപൂർവമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയും നടക്കുന്നുണ്ട് ധാരാളമായി നമ്മളുടെ ഇടയിൽ. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. കേട്ടതെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല, കണ്ടതെല്ലാം പൂർണ്ണമായിക്കൊള്ളണമെന്നുമില്ല, മനസ്സിലാക്കിയതെല്ലാം യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഭൂരിഭാഗം പ്രശ്നങ്ങളുടെയും തുടക്കം തെറ്റിദ്ധാരണകളിൽ നിന്നാണ് കേട്ടോ. സ്നേഹബന്ധങ്ങൾ തകരുന്നു, സൗഹൃദങ്ങൾ അവസാനിക്കുന്നു, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ പലപ്പോഴും ഇതിൻ്റെ എല്ലാം കാരണം വെറും തെറ്റിദ്ധാരണകൾ മാത്രമായിരിക്കും.